പ്രാദേശികമായ ഭരണകൂടം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഈ നാട്ടിലെ ആളുകളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകണം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കുന്നതിനുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തെ സൃഷ്ടിക്കണം എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തുന്ന മുദ്രാവാക്യമെന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാട്ടിൽ നമുക്കറിയാം, പിടിച്ചുപറിയുടെയും കൊള്ളയുടെയും സമാന്തരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് ഭരണകൂടം മുന്നോട്ട് പോകുമ്പോൾ അതിന് വിഘാതം സൃഷ്ടിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമില്ല എന്ന് കരിമണ്ണൂരിന്റെ മണ്ണിൽ തെളിയിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയ കുറ്റവിചാരണ കാൽനട ജാഥ ഇവിടെ കടന്നു വന്നത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന്റെ മണ്ണിൽ പിണറായിസത്തിന്റെ പിണറായിസത്തിന്റെ മറുമരുന്നായിട്ടുള്ള അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA ഏതാനും നിമിഷങ്ങൾക്കകം ഈ ജാഥയെ അഭിസംബോധന ചെയ്യും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ നാട്ടിൽ സമാധാനം വേണം, സ്വൈര്യമായി ജീവിക്കണം. റൈറ്റ് ടു ലീവ് ഇൻ എ ഹെൽത്തി എൻവയറൺമെന്റ് ആർട്ടിക്കിൾ അത് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. റൈറ്റ് ടു ലീവ് ഇൻ ഹെൽത്തി എൻവയറൺമെന്റ് ആരോഗ്യകരമായ സാഹചര്യത്തെ സൃഷ്ടിക്കണം. പക്ഷേ ദശാബ്ദങ്ങൾ പിന്നോട്ടടിക്കുന്ന സമീപനമാണ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന പ്രാദേശിക ഭരണകൂടങ്ങൾ ഈ നാടുൾപ്പെടെ കേരള സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ വീണ്ടും ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ഈ നാടിനെ കൊള്ളയടിച്ച് മുന്നോട്ട് പോകുമ്പോൾ രണ്ടാം പിണറായി വിജയന്റെ ഭരണകൂടം ഈ നാട്ടിലെ ആളുകളെ തമ്മിലടിക്കുന്ന സമീപനങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ച് മതപരമായ സ്വാർത്ഥയെ വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള തീവ്രമായ രാഷ്ട്രീയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കണം. ഈ നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി എന്ന് ആഹ്വാനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അറിയണം സുഹൃത്തുക്കളെ, സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ നാട്ടിൽ ശബരിമലയിൽ അമ്മിണിയെ കയറ്റിയ പിണറായി വിജയ, കോമ്രേഡ് വിജയ, ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ എത്രയോ കോടതി വിധികളാണ് പെൻഡിംഗ് ഉള്ളത്. എത്രയോ ഭരണഘടനാ ബെഞ്ചിന്റെ പോലും വിധികൾ നിങ്ങളുടെ മുമ്പിൽ വെറുതെ നടത്തിപ്പ് ഹർജി നൽകി നിവർത്തിക്കേണ്ട ഗതികേടിൽ കക്ഷികൾ നിൽക്കുമ്പോൾ ഈ രാജ്യത്ത് ധൃതി പിടിച്ചുകൊണ്ട് അമ്മിണിയെ ശബരിമലയിൽ കയറ്റുവാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് തീവ്രമായ ശ്രമം നടത്തിയത്? മതേതരമായ ഈ രാജ്യത്ത് ആ മതേതരമായ എല്ലാ സാഹചര്യങ്ങളെയും തച്ചുടച്ചുകൊണ്ട് കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രത്തിൽ ഊന്നിയ ഒരു തീവ്രവാദ ചിന്താഗതിയെ ഉണർത്തിക്കൊണ്ട് ഈ നാട്ടിൽ നിങ്ങൾ കമ്മ്യൂണിസത്തിന് വേരുവാകുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഗോവിന്ദൻ മാഷും പിണറായി വിജയനും കണ്ണൂരിൽ ചെന്ന് ജ്യോതിഷിനെ കണ്ടപ്പോൾ സംതിങ് റോങ് ദാറ്റ് വാസ് ഹാപ്പൻ, എന്തോ തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് കണ്ണൂരിലെ ജ്യോതിഷൻ പറഞ്ഞു. ആ ജ്യോതിഷ വിധിയുടെ അടിസ്ഥാനത്തിൽ മറിമരുന്നായിട്ട് പിണറായി വിജയൻ അയ്യപ്പ സംഗമം വിളിച്ചു. ആ അയ്യപ്പ സംഗമത്തിൽ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് എത്രയോ കോടി രൂപയാണ് നഷ്ടമായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നികുതി പണത്തെ എടുത്താണ് നിങ്ങൾ നടത്തിയ ഈ രീതിയിലുള്ള മതവിരുദ്ധമായ നിലപാടിൽ ഈ നാട്ടിലെ അയ്യപ്പ ഭക്തർക്കെത്തിയ വ്രണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടിയിട്ട് അയ്യപ്പ സംഗമം നടത്തിയത് എന്നിരിക്കെ എത്രയോ കോടി രൂപയാണ് നിങ്ങൾ ഈ ഖജനാവിൽ നിന്നെടുത്ത് മുടക്കിയത്. പക്ഷേ നിങ്ങൾ നടത്തിയ ആ ആഭാസത്തരം അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ആ സംഗമം പാളിപ്പോയി, ആ സംഗമം പാളിച്ചുപോയി. കൊട്ടിഘോഷിക്കപ്പെട്ട PR വർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സൃഷ്ടിച്ചെടുത്ത ആ അയ്യപ്പ സംഗമം പാളിപ്പോയപ്പോൾ അയ്യപ്പൻ തന്നെ വീണ്ടും പണി കൊടുത്തു. എന്താണ്? ശബരിമലയിലെ സ്വർണ്ണ ആലേഖനം ചെയ്ത പാളികൾ തട്ടുകൊണ്ടുപോയതും അവിടെ മദ്രാസിൽ കൊണ്ടുപോയി പ്ലേറ്റ് ചെയ്യുന്നുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് അയ്യപ്പ വിഗ്രഹത്തെ തന്നെ നിരവധിയായ ദക്ഷിണേന്ത്യൻ മുതലാളിമാരുടെ വീടുകളിൽ വാതായനങ്ങളിൽ കൊണ്ടുപോയി അവിടെ പ്രാർത്ഥിക്കുന്നതിനുള്ള അനുഭവം ഉണ്ടാക്കി കോടികൾ ഇടലാഭം വാങ്ങിയ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെ ശ്രമങ്ങളെല്ലാം ഒന്നൊന്നായി കേരളത്തിന്റെ ദേവസ്വം ഹൈക്കോടതി ബെഞ്ച് അത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പത്രത്താളുകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയണം, എത്രയോ വഴിപാട് നേർന്നുകൊണ്ട് ഇരുമുടിക്കെട്ട് തലയിൽ വെച്ചുകൊണ്ട് അയ്യപ്പനെ ശരണം വിളിച്ചുകൊണ്ട് കല്ലും മുള്ളും അയ്യപ്പന് പാട്ടുപാടി ഭജന പാടി ആർത്തവ വിരാമത്തിന് ശേഷം പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അമ്മമാരെ കടത്തിവിടുന്ന ആ ശബരിമലയിൽ പ്രിയപ്പെട്ടവരെ, ആ അയ്യപ്പനെ കാണുവാൻ ഒരു
കണ്ണോടുകൂടി മനസ്സോടുകൂടി ശരീരത്തെ അർപ്പിച്ച് ആത്മനിർവൃതിയോടുകൂടി നോക്കി നിൽക്കുന്ന ആയിരക്കണക്കിനായ അയ്യപ്പ ഭക്തന്മാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ അയ്യപ്പ വിഗ്രഹത്തെയാണ് ദക്ഷിണേന്ത്യയിലെ വിവിധങ്ങളായിട്ടുള്ള കുത്തക മുതലാളിമാരുടെ വീടുകളിൽ ഇടയാൾ പണം വാങ്ങിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ അഴിമതി വാങ്ങി അയ്യപ്പനെ ദർശനത്തിന് വേണ്ടി വിധേയപ്പെടുത്തി സൂചിപ്പിക്കാൻ ജനാഗ്രഹിക്കുക. ഏത് മതത്തിന്റെ ആയിക്കൊള്ളട്ടെ, ഈ തരത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ ക്രമീകരണങ്ങൾ, ഈ തരത്തിലുള്ള തട്ടിപ്പ്, ഈ തരത്തിലുള്ള ക്രമവിരുദ്ധമായ നടപടികൾ ഇതിനെ കണ്ടില്ലെന്ന് നടിക്കുന്ന ദേവസ്വം മന്ത്രി, ദേവസ്വം പ്രസിഡന്റ്, മുഖ്യമന്ത്രി, പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ 57 മുതൽ ഇന്ന് വരെയുള്ള ചരിത്രത്തിന്റെ താളുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കാണുവാനില്ല എന്നുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തെ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യരെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് മതപരമായ വൈര്യത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കിക്കൊണ്ട് അതിന്റെ ഇടയ്ക്കോടെ എങ്ങനെയെങ്കിലും മൂന്നാമത്തെ ഭരണം കടന്നുകൂടുവാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് കോമറേഡ് വിജയം നടത്തിക്കൊണ്ടിരിക്കുന്നത് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഗവൺമെന്റ് ഈ കേരളത്തിന് അനഭിമിതമായിട്ടുള്ള ഈ ഗവൺമെന്റാണ് എന്ന് ഉദാഹരണങ്ങളിലൂടെ ചൂണ്ടിക്കാട്ടുന്നതിനൊപ്പം ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കേണ്ടത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദർശമാണ് എന്ന് ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രളയത്തിന്റെ പേരിൽ അധികാരത്തിൽ വന്നവർ, കിറ്റിന്റെ പേരിൽ അധികാരത്തിൽ വന്നവർ, വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ നോക്കായി നിൽക്കുന്ന ഒരു ശക്തമായ ഭരണകൂടത്തെയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. കോടിക്കണക്കിന് റുപ്പിയ, ആയിരക്കണക്കിന് കോടി റുപ്പിയ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വിദേശ മുതലാളിമാർ, വിദേശത്തുള്ള മലയാളികൾ, സംഘടനകൾ, എൻജിഒകൾ എല്ലാം നൽകിയിട്ട് അതിനെയെല്ലാം നിഷ്കരുണം വാങ്ങി കൈപ്പിടിയിലാക്കി വെച്ചിട്ട് ആ വയനാട്ടിലെ ആർക്കെങ്കിലും അന്തി ഉറങ്ങുവാൻ ഇത്രയും നാളുകളായിട്ട് ഒരു ഭവനം, ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ, അതിനൊരു രൂപരേഖ ഉണ്ടാക്കാൻ ഈ രാജ്യത്തെ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല എന്നുള്ള രാഷ്ട്രീയ മര്യാദ ഇല്ലാതെ ഉള്ള പ്രവർത്തനത്തെ ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിവിധങ്ങളായ വകുപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ വിദ്യാഭ്യാസം, വ്യവസായം, കാർഷിക മേഖല അടക്കമുള്ള അഴിമതിയിൽ മുങ്ങിക്കുറച്ച ആഭ്യന്തരമടക്കമുള്ള വകുപ്പുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടില് പ്രിയപ്പെട്ടവരെ ജീവിക്കാൻ കഴിയാത്ത കാലത്തിന്റെ പിറകിലേക്ക് ഭരണകൂടത്തെ മാറ്റിമറിക്കുന്ന ദ്രുതഗതിയുള്ള ചിന്താഗതിയുടെ ബാക്കിപത്രമാണ് കോമ്രേഡ് വിജയൻ എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരേ ഒരു കാര്യം കൂടി ഉന്നയിച്ചുകൊണ്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ അനിയൻ ബിലാൽ ഇവിടെ ഇരിപ്പുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന്റെ അതിക്രൂരമായ മർദ്ദനമേറ്റ് കണ്ണിന്റെ കൃഷ്ണമണി പിടച്ചയാളാണ് അദ്ദേഹം. തൊടുപുഴയുടെ വിരുമാറിൽ പഴയ തിയേറ്ററിന് മുമ്പിലായി അടിയേറ്റ് വീണപ്പോൾ എന്റെ മടിയിലേക്കാണ് വീണത്. പ്രിയപ്പെട്ടവരെ, അന്ന് തൊടുപുഴയിൽ ആ ദൃശ്യം കണ്ട മനുഷ്യരുടെ എല്ലാം മനസ്സാക്ഷിയെ മരവിച്ചു പോയി എന്നിരിക്കെ ഈ കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് മരവിച്ച ഹൃദയവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോട്ടയത്ത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് മുജ്ജന്മ പകയുടെ പേരിൽ തമ്മിലടിച്ച് കൈപ്പത്തി വെട്ടി ഒരു ഗുണ്ടാ സംഘം മറ്റൊരു ഗുണ്ടാ സംഘത്തിന്റെ കൈപ്പത്തി ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ബൈക്കിന്റെ പുറകിൽ കൈപ്പിടിയിലാക്കി കൊണ്ടുപോയി കോട്ടയം സെൻട്രൽ സ്റ്റേഷന്റെ മുറ്റത്തേക്ക് എറിഞ്ഞിട്ട് കൊടുത്തത് കോൺഗ്രസ് ഭരണകൂടം കേരളം ഭരിക്കുമ്പോഴല്ല, കോമ്രേഡ് വിജയൻ ഭരിക്കുമ്പോഴാണ്. വാരാപ്പുഴയിലെ സ്റ്റേഷനില് ശ്രീജിത്ത് എന്ന് പറയുന്ന പാവപ്പെട്ട നിരപരാധിയെ ഇടിച്ചു കൊന്നത് കേരളം ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോഴാണ്. നെടുങ്കണ്ടത്ത് ഉരുട്ടി കൊല നടത്തിയത് കേരളം ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോഴാണ്. ജസ്റ്റിസ് രാജേന്ദ്രബാബു കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിലെ പോലീസിൽ 1228 ക്രിമിനൽസ് ഉണ്ട് എന്ന് വ്യക്തമായ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഈ നാട്ടിലെ ജനങ്ങൾ പോലീസ് സ്റ്റേഷനെ പോലും അഭയപ്പെടുവാൻ പേടിക്കുന്നു എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ ശ്രമിക്കുന്ന ഏതെങ്കിലും എന്റെ സഹോദരന്മാര്, നിങ്ങളുടെ കുഞ്ഞുങ്ങള് വഴിതെറ്റി അല്ലെങ്കിൽ വണ്ടിയില്ലാതെ പഠിക്കുന്ന ഇടത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ കരിമണ്ണൂരിലാണെങ്കിൽ ഈ ഗോപിച്ചേട്ടൻ കടയടച്ചിട്ടില്ലെങ്കിൽ അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞോ, സുരക്ഷിതത്വം നിങ്ങൾക്കുണ്ടാകും. പക്ഷേ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ
ഇറങ്ങി നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കണ്ടേരെ പപ്പ അല്പം കഴിഞ്ഞിട്ട് വരാമെന്ന് പറയരുത് എന്ന് വിനീതമായ അഭ്യർത്ഥന നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം ഈ സംസ്ഥാനം ഭരിക്കുന്നത് കോമ്രേഡ് വിജയനാണ്. യാതൊരു സുരക്ഷയും നിങ്ങൾക്ക് ലഭ്യമാകില്ല. പ്രിയപ്പെട്ടവരെ, ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്റെ സ്നേഹിതൻ ടി കെ നാസർ ഇന്ന് രാവിലെ മുതൽ നൂറുകണക്കിന് വരുന്ന പാർട്ടിയുടെ പ്രവർത്തകർ ഘട്ടം ഘട്ടമായി ചേർന്ന് ഞങ്ങളുടെ ഈ സമരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കരിമണ്ടൂരിലെ ഗ്രാമാന്തരങ്ങളിലൂടെയെല്ലാം കടന്നു വന്ന ഒരു രാഷ്ട്രീയ കാൽനട പ്രചരണ കുറ്റപത്ര യാത്രയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ യാത്രയിൽ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി, പന്നൂരിൽ കൈക്കുഞ്ഞുങ്ങളുമായി 3 അമ്മമാരാണ് അദ്ദേഹത്തെ ഷാളണിയിക്കുവാൻ വന്നത്. പ്രിയപ്പെട്ട മെമ്പർ ദിലീപ് അടക്കം അവിടെ ആ കാര്യങ്ങൾക്ക് സാക്ഷിയാണ്. അതുപോലെ തന്നെ നെയ്ശ്ശേരിയിൽ വികലാംഗനായ 2 വ്യക്തികൾ ലോട്ടറി വിറ്റ് ജീവിച്ച ഞങ്ങൾക്ക് പോലും ഇന്ന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജാഥയെ വരവേൽക്കുവാനുണ്ടായി. ഇവിടെ നമ്മൾ 7 മുട്ടത്ത് ചെന്നപ്പോൾ ഒരു അശരണീയായ ഒരു പെൺകുട്ടി, ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു പെൺകുട്ടി ഈ പിണറായി വിജയൻ ഗവൺമെന്റിൽ നിന്ന് അഡ്വൈസ് മെമ്മോ കിട്ടിയിട്ട് ജോലി കിട്ടാത്ത ദയനീയമായ ചിത്രം ഈ വേദിയിൽ ഇരിക്കുന്ന നെടിയവാലയോട് പറയുന്നത് എനിക്ക് കാണുവാനിടയായി. പ്രിയപ്പെട്ടവരെ, PSC എഴുതിയാൽ ജോലി കിട്ടത്തില്ല. കിട്ടിയ ആളുകൾക്ക് ജോലി കിട്ടി, അതിലപ്പുറമായിട്ട് ആർക്കും ജോലി കിട്ടത്തില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ, ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ച് ഡിസ്റ്റിങ്ഷൻ വാങ്ങിയിട്ടുള്ള ആളാണ്. എന്റെ അമ്മ പറഞ്ഞു, മോനെ നീ സിവിൽ സ്റ്റേഷനിൽ പോയി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോയി SSLC ബുക്ക് മാത്യു പി തോമസ് സാറിന്റെ അടുത്തുനിന്ന് അറ്റസ്റ്റേഷൻ നടത്തി അവിടെ ഒന്ന് കൊണ്ട് രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞ നാളുകൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആർക്കും താൽക്കാലികമായ ജോലി പോലും ലഭ്യമാകുന്നില്ല. പിന്നെ എവിടെ നിന്നാണ് ജോലി കിട്ടുന്നത്? ലെനിൻ സെന്ററിൽ നിന്ന്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് ജോലി കിട്ടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ, നിങ്ങളുടെ പ്രൊഫഷണലുകളായിട്ടുള്ള നിങ്ങളുടെ യുവാക്കളുടെ, നിങ്ങളുടെ പെൺമക്കളുടെ സുരക്ഷിതത്വവും വിദ്യാഭ്യാസവും ജോലി സ്ഥിരതയും ഇതെല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം അട്ടിമറിച്ചു എന്നുള്ള സൂചന നൽകിക്കൊണ്ട് ഈ ജാഥയുമായി കടന്നുവന്ന എന്റെ സ്നേഹിതരടക്കം ഈ ജാഥയിൽ പങ്കുചേർന്ന ഈ ജാഥ വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കടന്നു വന്നിട്ടുള്ള കരിമണ്ണൂരിലെ നല്ലവരായിട്ടുള്ള കാര്യങ്ങളെ തിരിച്ചറിയുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.